ദിവസവും കണി കാണാൻ മുറ്റം നിറയെ ചെടികൾ, പൂവിടുന്നവയും ഇലപ്പച്ചയുടെ വകഭേദങ്ങൾ കൊണ്ട് ഹൃദ്യമായ കാഴ്ചയൊരുക്കുകയും ചെയ്യുന്ന വൈവിധ്യം നിറഞ്ഞ അനേകം ചെടികൾ. കുറ്റൂർ ഹെവൻലി വില്ലാസിലെ ഗസലിൽ താമസിക്കുന്ന റിട്ടയേർഡ് ഹയർ സെക്കൻഡറി അധ്യാപിക അംബിക ടീച്ചറുടേതാണ് ചെറിയ സസ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾ നിറഞ്ഞ ഈ വലിയ ലോകം. ഞാൻ റിട്ടയർ ചെയ്ത പിന്നെ കൂടുതലും ചെടികൾ നോക്കലായിരുന്നു. പിന്നെ കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്തെ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലും നിറയെ ചെടികളുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കുറഞ്ഞു. റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ ചെടികളും അതായി പ്രധാനം. കുറേ ഫ്രണ്ട്സ് തരും ചെടികൾ. സ്കൂളിലാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും ചെടികൾ. അത് അങ്ങനെ കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. കുറേ ഒന്ന് രണ്ട് പേര് ജീവിതത്തിൽ നിന്ന് തന്നെ പോയവരുണ്ട്. അവരുടെ ഓർമ്മകളായിട്ട് നമ്മളിത് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പല യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നനച്ച് സഹായിക്കാറുണ്ട്. ചെടികളല്ലെങ്കിൽ പെട്ടെന്ന് പിണങ്ങണവരല്ലേ. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കും. അങ്ങനെ നമ്മളെ ചെടികളെ നന്നായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വളം എന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങളാണ് അധികം ഉപയോഗിക്കുക. ചാണകപ്പൊടി ചാക്കണക്കിന് വാങ്ങിച്ചു വയ്ക്കും. എല്ലാം പിന്നെ ഇവിടെ കിട്ടും. കുറ്റൂർ ഒരു ഗ്രാമപ്രദേശമായ കാരണം എല്ലാം നമുക്ക് കൊണ്ടുവന്നു തരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വളങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ് ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത്. വരുമ്പോഴും കാണുമ്പോഴൊക്കെ എല്ലാവർക്കും സന്തോഷമാണ്. ഞാൻ ആര്യമ്പാടം സർവോദയ സ്കൂളിലെ ബയോളജി ടീച്ചറാണ് ആയിരുന്നത്. അവിടെയും എനിക്ക് ചെടികൾ നടാനും ഉണ്ണിമാഷ് എപ്പോഴും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ എന്നെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ഔഷധക്കാർ തമ്മിലുള്ള ഒരു ഇതിൽ നമുക്ക് കുറേ ഔഷധ സസ്യങ്ങൾ തന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു 5 സെൻറ്റ് പ്ലോട്ടിൽ തന്നെ നല്ല ഔഷധങ്ങളുണ്ടായി. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ശശി ഞാനും വേറെ മാഷയും വിളിച്ചിട്ട് ഒരു പൂപ്പന്തൽ എന്ന് പറഞ്ഞിട്ട് കുറേ ചെടികൾ കുട്ടികളെ കൊണ്ട് നടിയിച്ചിട്ട് ഇപ്പോൾ പൂവുണ്ടായോ എന്ന് അന്വേഷിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നാച്ചുറൽ ക്ലബ്ബും ഒക്കെ ആയിട്ട് ഞാനും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അംബിക ടീച്ചറുടെ ഉദ്യാന പരിപാലന ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിൽക്കുകയാണ് ഭർത്താവും മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ CA കൃഷ്ണൻ. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്റെ ഒരു നേർപരിച്ഛേദമായി ഈ തോട്ടത്തെ നോക്കിക്കാണുകയാണ് അദ്ദേഹം. പുതിയ കാലം മനുഷ്യന് ഒറ്റപ്പെടലിൻ്റെ കാലമാണ്. അത്തരത്തിൽ നമുക്ക് നമ്മളുടേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ് പൂന്തോട്ട പരിപാലനം. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വല്ലാത്ത വിചിത്രമായ ലോകമാണ്. നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ് ചെടികളും. ഈ സമൂഹം പോലെ തന്നെയാണത്. അവിടെ ഒരുപാട് വേർതിരിവുകളുണ്ട്, വകതിരിവുകളുണ്ട്. അവരിൽ ഉന്നത കുലജാതകരുണ്ട്, അരികുവൽക്കരിക്കപ്പെട്ടവരുണ്ട്, അങ്ങനെ പല വിഭാഗക്കാരുണ്ട്. പെട്ടെന്ന് പിണങ്ങുന്നവരുണ്ട്, മനുഷ്യനെ പോലെ തന്നെയാണ്. പെട്ടെന്ന് സന്തോഷിക്കുന്നവരുണ്ട്, ആഹ്ലാദം കൊള്ളുന്നവരുണ്ട്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച എന്നതിനപ്പുറം കൂടെയുള്ളവരെയും കൂടെയുണ്ടായിരുന്നവരെയും ഓർമ്മിപ്പിക്കുന്ന ഹരിത സാന്നിധ്യമാണ് ഈ ചെടികളും അവയുടെ പൂക്കളും. കാലമെത്ര കടന്നുപോയാലും മനസ്സിന്റെ പച്ചപ്പ് കെടാതെ കാക്കാൻ ഇവയുടെ സാന്നിധ്യം മതിയെന്നാണ് അംബിക ടീച്ചറും CA കൃഷ്ണേട്ടനും പറയുന്നത്.